ഹലോ എവരിവൺ, ഇന്നത്തെ വണ്ടി റിയർ എഞ്ചിനാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ പോർഷെ 911. 6-wheel ഡ്രൈവ് ആണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് എൻ AMG 6x6. സെൻട്രൽ ഡ്രൈവിംഗ് പൊസിഷനാണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് എ McLaren F1. ദിസ് ഈസ് ദ റോസൻബർഗ് പാന്തർ 6x6. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ 2 എയർഫീൽഡ് ക്രാഷ് ടെൻഡർ വെഹിക്കിൾസിൽ ഒരെണ്ണമാണിത്. ഇതുപോലെ ഒരെണ്ണം കൂടി ഉണ്ട്. ഏകദേശം 8.5 crores വില വരും ഒരു വണ്ടിക്ക്. റോസൻബർഗ് എന്ന് പറയുന്നത് ഒരു ഓസ്ട്രിയൻ മാനുഫാക്ചറാണ്. 1866 സ്ഥാപിതമായ ഒരു കമ്പനിയാണ്. അവർ ഇത്രയും കാലം ഫയർ ട്രക്സിൽ സ്പെഷ്യലൈസ് ചെയ്തൊരു കമ്പനിയാണ്. ആ ഒരു സ്പെഷ്യലൈസേഷൻ നമുക്ക് ഈ വണ്ടിയിൽ എല്ലായിടത്തും കാണാൻ പറ്റും. ഇത് ലോകത്തിലെ ഏറ്റവും നല്ല ഫയർ ട്രക്കുകളിലൊന്നാണ്. വേൾഡിലെ ഏറ്റവും ഫേമസ് എയർപോർട്ടുകളെല്ലാം യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മൾട്ടിപ്പിൾ കോൺഫിഗറേഷൻസ് ഉണ്ട്. അതിൽ തന്നെ 6x6 എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷനാണ്. ഇന്നിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ഒരു ചെറിയൊരു വാക്ക് അറൗണ്ടും അതോടൊപ്പം ഒരു ഡ്രൈവുമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇതൊരു മാസീവ് ട്രക്കാണ്. 11.5 മീറ്ററോളം ലെങ്ത് ഉണ്ട്, 3.3 മീറ്റർ വിഡ്ത്ത് ഉണ്ട്, 3.5 മീറ്ററോളം പൊക്കമുണ്ട്. ആൻഡ് ഇതൊരു ഫയർ എഞ്ചിനാണ്. സോ ഇവിടെ ഒരു ടർട്ട് നമുക്ക് കാണാൻ പറ്റും, ഒരു ബമ്പർ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ടർട്ട്. അതുപോലെ റൂഫിലും ഒരു ടർട്ട് ഉണ്ട്. ഈ 2 ടർട്ടാണ് നമ്മൾ ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഫയർ എഞ്ചിൻ കേപ്പബിലിറ്റിയൊക്കെ കൂടുതൽ എനിക്കിതിൻ്റെ ഇമ്പ്രസീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ഓഫ് റോഡബിലിറ്റിയും ഇതിൻ്റെ ഒരു ഷാസിയും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. സോ 6x6 ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ബാക്കിൽ റിയർ മൗണ്ടഡ് ആയിട്ടൊരു വോൾവോ എഞ്ചിനാണുള്ളത്. 16.1 ലിറ്റർ ഉണ്ട്. ഒരു 750 ഹോഴ്സ് പവറിൻ്റെ ഒരു എഞ്ചിനാണ്. ഇൻലൈൻ 6 ആണ്, ടർബോ ഡീസലാണ്. 3550 Nm ടോർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനിൽ ഓഫ് റോഡബിലിറ്റി ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റാണ്. കാരണം അത് ചിലപ്പോൾ ഒരു ക്രാഷ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് നല്ലോണം ഓഫ് റോഡൊക്കെ പോകേണ്ടി വരും. സോ അതിൻ്റെ ഡിസൈൻ അതിന് വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആണ്. ഒരു ലാഡർ ഫ്രെയിം ഷാസിയാണ്, നല്ല സ്ട്രോങ് ആയിട്ട് വെൽഡ് ചെയ്തിട്ടുള്ള ഒരു ഷാസി. അതുപോലെ 6x6 തന്നെ 3 ഡിഫ് ലോക്സ് ഉണ്ട് ഓരോ ആക്സിലിനും. അതുകൂടാണ്ട് ഒരു സെൻറ്ററിൽ ഒരു ലോക്കിംഗ് ഡിഫും കൂടിയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്രോച്ച് ആംഗിളൊക്കെ നമ്മൾ SUV-കളൊക്കെ പറയുന്ന പോലെ ഇവിടെ 30 ഡിഗ്രി ഉണ്ട്. ബാക്കിൽ ഡിപ്പാർച്ചർ ആംഗിൾ 30 ഡിഗ്രി ഉണ്ട്. അതുപോലെ ഒരു റാം ബ്രേക്ക് ഓവർ ആംഗിൾ നോക്കുകയാണെങ്കിൽ ഒരു 12 ഡിഗ്രീസോളം അതുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി അപ്രോച്ച് ആംഗിളിന് തടസ്സം വരുന്ന പോലത്തെ സാധനങ്ങൾ, ഇപ്പോൾ ഈ സൈഡ് സ്റ്റെപ്പൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഹിറ്റ് ചെയ്ത് അങ്ങനെ പൊങ്ങാൻ വേണ്ടിയിട്ട് അത് റെഡിയാണ്. അതുപോലെ ഇതിൻ്റെ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ 3 നോസിൽസ് കാണാൻ പറ്റും. ആ നോസിൽസ് താഴെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യാനാണ്. ഇൻ കേസ് വല്ല ഗ്രാസ് ഫയറോ അങ്ങനെ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൽ ഓടിച്ച് പോകുമ്പോൾ ടയറും ഇതൊന്നും ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഫുൾ വണ്ടിയുടെ ചുറ്റും അങ്ങനത്തെ സ്പ്രേ ഗൺസ് ഉണ്ട്. കൂടാണ്ട് മുകളിൽ നോക്കുകയാണെങ്കിൽ അവിടെ 4 നോസിൽസ് കാണാൻ പറ്റും. ആ 4 നോസിൽസും ഈ ക്യാബിന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ സൈഡിൽ ഒരു നോസിലും കൂടി ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ വലിയ മിറേഴ്സൊക്കെ കാണാൻ പറ്റും നമുക്ക് താഴെ ചുറ്റും എന്തൊക്കെയാണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. ബാക്കി ഇവിടെ സൈഡിലേക്ക് വരുമ്പോൾ ഇതിന് ബിസ്പോക്ക് ആയിട്ടുള്ള വീൽസാണ്. ഭയങ്കര വൈഡാണ്. 24R21 എന്നാണ് ഇതിൻ്റെ സൈസ് പറയുന്നത്. റെയർ ടയറാണ്. ടയർ തന്നെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ റിമ്മിൻ്റെ സൈസ് ഇത്രേ ഉള്ളൂ. ബാക്കി ഫുൾ ടയറിൻ്റെ ഹൈ പ്രൊഫൈലിൻ്റെ ഒരു നേച്ചറാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്ന് ഇത് ആക്സസ് ചെയ്യാം. ഇവിടെ പമ്പും അതിൻ്റെ കാര്യങ്ങളും ബാക്കി നോസിൽസും ഇതൊക്കെ ഉണ്ട്. പമ്പിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് കൊടുത്തത്. നമുക്ക് ഈ ഒരു സ്വിച്ച് ബോർഡിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് കൺട്രോൾ ചെയ്യാം. അതായത് അകത്തുനിന്ന് ചെയ്യുന്നതിന് പുറമെ നമുക്ക് ഇവിടെയും വേണമെങ്കിൽ നോക്കാൻ പറ്റും. ഇവിടെ എത്ര വാട്ടർ ലെവൽ ഉണ്ടെന്നുള്ളത്, ഇതുപോലെ എത്ര ഫോം ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ ഏത് ഭാഗത്തേക്കാണ് നമുക്ക് ഡയറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതൊരു റിഡൻഡൻസിക്ക് വേണ്ടി ബിൽഡ് ചെയ്തേക്കണം. കാരണം ഉള്ളിലത്തെ കൺട്രോൾസ് ഫെയിൽ ആയാൽ പോലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ പ്രഷർ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ ഇവിടെയൊക്കെ നമുക്ക് അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ കൊടുക്കാവുന്ന തരം നോസിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഒരു എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ളൊരു ഫയർ ഹോസ് നമുക്ക് ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചാൽ കാണാൻ പറ്റും. ഇതിങ്ങനെ പുറത്തേക്ക് വലിക്കാം. വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള ലെങ്ത്തിലേക്ക് അത് റൺ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓൾറെഡി കണക്റ്റഡ്. ഇവിടെ ഒരു എക്സ്ട്രാ പമ്പും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഫോം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ വാട്ടർ ടാങ്ക്. 12,500 ലിറ്റേഴ്സോളം വെള്ളം ഇതിൻ്റെ അകത്ത് കൊള്ളും. അതിങ്ങനെ സ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടി ബാഫിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വെൽഡഡ് പോളി പ്രൊപ്പിലീൻ പോലത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ടാങ്ക് ഉണ്ടാക്കിയത്. ഇവിടെയാണ് നമ്മുടെ ഫോം ടാങ്കും ഇതൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് കുറേയും കൂടിയും സ്റ്റോറേജിനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത് എയർ ഫിൽറ്ററാണ് ഈ കാണുന്നത്. അതുപോലെ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് 2 ബാറ്ററി പാക്ക് ഉള്ളത്. 12 വോൾട്ടിൻ്റെ 2 ബാറ്ററിയാണ്, പക്ഷേ 24 വോൾട്ടിലാണ് പല സിസ്റ്റംസും റൺ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ റേഡിയേറ്റേഴ്സും അതിൻ്റെ ഫാനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ബാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ജയൻറ്റ് റേഡിയേറ്റർ ഇവിടെ ഉണ്ട്. ഈ സൈഡിലും വേറെ ഫാൻസും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. താഴേക്ക് ടൗ ഹുക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ഈ സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടിക്കിൾ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ എപ്പോഴും കോൺസ്റ്റൻ്റ്ലി ബാറ്ററി ഒന്നും ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കണക്ട് ചെയ്തിടാം.
അതുപോലെ ഇവിടെ ഒരു ലാഡർ ഉണ്ട് നമുക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നമുക്കിതിങ്ങനെ താഴേക്ക് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റും. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഈ ഹോൾ ലാഡർ സിസ്റ്റം നമുക്ക് തന്നെ ഒരാൾക്ക് തന്നെ വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ചും കൂടി സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിപ്പോൾ ബ്രാൻഡ് ന്യൂ ട്രക്ക് ആയതുകൊണ്ടാണ് ഇതെല്ലാം എംറ്റി ആയി കിടക്കുന്നത്. ഇതൊന്നും ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ഇനി വേണം ഇതിൽ ആക്സറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് BS6 ആണ്. ഇവിടെ AdBlueൻ്റെ ടാങ്ക് കാണാൻ പറ്റും. പറയുമ്പോൾ ഇതൊരു എയർപോർട്ടിൻ്റെ അകത്ത് മാത്രം ഓടുന്ന ഒരു സ്പെഷ്യൽ എമർജൻസി വെഹിക്കിളാണ്. പക്ഷേ സംഭവം ഇതും കോംപ്ലയൻസിൻ്റെ ഭാഗമായിട്ട് അതും കൂടി ചെയ്യേണ്ടി വന്നു. സോ BS6 കോംപ്ലയൻ്റ് ആണ് വണ്ടി. ഇവിടെ ഹോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ചും കൂടി എക്സ്ട്രാ സ്റ്റോറേജ് ഉണ്ട്. അവിടെ ആക്സും കമ്പനി സപ്ലൈഡ് ആയിട്ടുള്ള കുറേ ആക്സറീസും സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് നമുക്ക് കയറി നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു എലമെൻ്റാണ്. വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. മൂവിങ് ഓൺ, ഇവിടെ നമുക്ക് ഡീസൽ ഫില്ല് ചെയ്യുന്നത് ഇവിടെയാണ്. എല്ലാം നല്ല വെൽ ബിൽറ്റ് ആണ്. എല്ലാത്തിൻ്റെയും ക്ലോസിങ് മെക്കാനിസം ഒക്കെ നല്ല രസമുണ്ട്. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അൾട്രാ ഹൈ പ്രഷർ സിസ്റ്റം പമ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് ഫോമിൻ്റെയാണ്. നമുക്കിപ്പോൾ ഒരു പ്ലെയിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും ഫയർ ഡൗസ് ചെയ്യണം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫയർ ഒക്കെ ചെയ്യണമെങ്കിൽ ഇത് വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് വെള്ളം സ്പ്രേ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തന്നെ ഒരു പമ്പും ഒരു എഞ്ചിനും സെപ്പറേറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു കാർ ഫയറും ആക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ കൂടുതലും ഇതാണ് യൂസ് ചെയ്യുക. നമ്മൾ വലിയ ടർട്ടും കാര്യങ്ങളൊന്നും അതിന് വേണ്ടി യൂസ് ചെയ്യില്ല, കാരണം അതിൽ ഭയങ്കര പ്രഷറാണ്. ഇത് കുറച്ചും കൂടി മാനേജബിൾ ആണ്, ഒരാൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതാണ് ഡ്രൈ കെമിക്കൽ പൗഡറിൻ്റെ ഏരിയ. ഇവിടെ അതിൻ്റെ പമ്പും ഇതൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഡ്രൈ കെമിക്കൽ പൗഡർ ചില കേസുകളിൽ യൂസ് ചെയ്യുള്ളൂ. ഇതിനുള്ള ഈ പമ്പിനുള്ള ഫുൾ സിസ്റ്റം, പമ്പ് മുഴുവൻ ഏകദേശം ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പമ്പിനുള്ള ഡ്രൈവ് ശരിക്കും നമ്മൾ എഞ്ചിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പമ്പ് അറൗണ്ട് 800 RPM-ലാണ് റൺ ചെയ്യുക. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 8000 liters per minute ആണ്. അപ്പോൾ അതായത് 12,500 liters ഇതിൽ സ്റ്റോർ ചെയ്തേക്കുന്ന വെള്ളം എംപ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഓൺലി നീഡ്സ് 1.5 minutes. അതുപോലെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുക. അത്രയും പ്രഷർ ഉണ്ട്. നമുക്ക് ഫ്രണ്ടിലത്തെ ഓരോ ടർച്ചിനും ഇതുപോലെയുള്ളതാണ്. ടർച്ചിൻ്റെ ഓപ്പറേഷൻ നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. ഇത് ഓടിക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഡ്രൈവൊക്കെ ടച്ച് ബട്ടൺസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 2 3 4 5 ഗിയേഴ്സും നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. സ്റ്റിയറിംഗിലും വേറെ എക്സ്ട്രാ ബട്ടൺസും കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റിയറിംഗ്. അതുപോലെ നമുക്ക് എസെൻഷ്യൽ ഫംഗ്ഷൻസ് എല്ലാം ബട്ടൺസ് ആയിട്ടൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ടച്ച് സ്ക്രീനിൻ്റെ അകത്ത് മെനുവും സബ് മെനു ആയിട്ടൊന്നുമല്ല. കാർ മാനുഫാക്ചറേഴ്സ് പ്ലീസ് ടേക്ക് നോട്ട്. ഈ ടെററ്റ്സിൻ്റെ കൺട്രോളാണ് ഇത് രണ്ടും കൊടുത്തേക്കുന്നത്. ഒരെണ്ണം റൂഫിലുള്ള ടെററ്റും ഒരെണ്ണം ഫ്രണ്ട് ബമ്പറിലുള്ള ടെററ്റുമാണ്. ഞാനിത് മൂവ് ചെയ്യുകയാണെങ്കിൽ ടെററ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇപ്പുറത്തേക്ക് മൂവ് ചെയ്താൽ ടെററ്റ് അങ്ങോട്ട് മൂവ് ചെയ്യും. റൂഫിൽ വേറൊരു ടെററ്റ് ഉണ്ട്. വേറെ ഗേജ് ക്ലസ്റ്ററൊക്കെ ഭയങ്കര ബേസിക്കാണ്. നമുക്ക് ഒരു സ്പീഡോമീറ്റർ ഉണ്ട്, അതിൻ്റെ ലെഫ്റ്റിൽ ഒരു ടാക്കോമീറ്റർ ഉണ്ട്. അതുപോലെ ഫ്യൂവൽ ഗേജും AdBlueൻ്റെയും ലെവൽസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലിവിടെ താഴത്തെ നോബാണ് നമുക്ക് ഡിഫ് ലോക്കിൻ്റെ. നമുക്ക് 3 ആക്സിൽസും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യൽ ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ആക്സിലിൻ്റെ മിഡിലൊരു ലോക്കും കൂടിയും കൊടുത്തിട്ടുണ്ട്. വേറെ ഓടിക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. ആക്സിലറേറ്ററും ബ്രേക്കും ഇത്തിരി ഓഫ്സെറ്റ് ആയിട്ടാണ് റൈറ്റിലേക്ക്, പക്ഷേ യു ഗെറ്റ് യൂസ് ടു ദാറ്റ്. അതുപോലെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ന്യൂമാറ്റിക് ആണ്. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഫുൾ ഒരു 180 ഡിഗ്രി വിഷ്വൽ നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നുമില്ല. ഓൾമോസ്റ്റ് സെൻറ്ററിലേക്കായിട്ടാണ് ഈ 2 സീറ്റ് വെച്ചേക്കുന്നത്. ബാക്കിലുള്ള 2 സീറ്റ് കുറച്ചും കൂടി ഓഫ്സെറ്റ് ആയിട്ട് ബാക്കിലേക്കായിട്ട് വെച്ചിട്ടുണ്ട്. വേറെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് നമുക്ക് ഇവിടെ 2 പേരെ കാണാനുണ്ട്. നമുക്ക് അവരെ പിക്ക് ചെയ്യാം. Hi Vishnu. Yes, hi. Hello. Hi. അപ്പോൾ വിഷ്ണു നമ്മുടെ ലോങ് ടേം വ്യൂവർ ആണ്. ടോക്കിംഗ് കാർസിന്റെ കാലം തൊട്ട് കാണുന്നതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു കാർ എന്തുവിശേഷം കൂടിയാണ് നമുക്ക് പുള്ളിയുടെ അടുത്ത് ചോദിക്കാം. ഇതിങ്ങനെ നമുക്ക് കോൺഫിഗർ ചെയ്ത് മേടിക്കുന്ന പോലത്തെ ഒരു ട്രക്കല്ലേ? നമ്മൾ കാറൊക്കെ സൂപ്പർ കാറൊക്കെ മേടിക്കുന്ന പോലെ തന്നെയല്ലേ? നമുക്ക് ഇഷ്ടമുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആഡ് ചെയ്ത് വിഷ്ണു ആണ് അത് ചെയ്തതെന്ന് തോന്നുന്നു അല്ലേ? വിഷ്ണുവിന്റെ ടീം നമ്മളൊരു ടീമുണ്ട്. ലൈക്ക് ഞങ്ങളൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സ്പെസിഫിക്കേഷൻ കംപ്ലീറ്റ്ലി നമ്മൾക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനെ ഉണ്ടാക്കി അതാണ് ടെൻഡർ ചെയ്യുക. ഈ ടെൻഡർ ചെയ്താണ് ഈ വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്.
സോ ഇത് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈച്ച് ആൻഡ് എവരിത്തിങ് അത് കസ്റ്റമൈസ് ചെയ്യാം. ലൈക്ക് എത്ര സീറ്റ്സ് വേണം അല്ലെങ്കിൽ എത്ര AC വെന്റ്സ് വേണം, അങ്ങനെ എനിത്തിങ് നമ്മൾ പറയുന്ന അനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. എനിക്ക് ഇതിന്റെ സൈഡിലെ സ്റ്റിക്കറിംഗ് ഒക്കെ തന്നെ ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഒരു സിയാലിന്റെ ബ്രാൻഡ്. അതൊക്കെ നമ്മൾ കൊടുത്ത ഡിസൈൻ അനുസരിച്ച് അവർ അവിടുന്ന് തന്നെ ചെയ്തു വരുന്നതാണ്. പക്ഷെ ഡിസൈൻസ് ഇവിടുന്ന് കൊടുക്കുന്നത് നമ്മളാണ്. അതനുസരിച്ച് അവർ ചെയ്ത് നല്ല രസമുണ്ട്. ഈ വണ്ടിയല്ലേ നമ്മൾ മറ്റേ ട്രാൻസ്ഫോമേഴ്സിൽ ഇതിന്റെ മുന്നത്തെ വേർഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇതിന് മുമ്പത്തെ വേർഷനാണ് ട്രാൻസ്ഫോമേഴ്സിൽ അവർ അത് കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അധികം ആൾക്കാർക്ക് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർക്ക് ഇങ്ങനെ വണ്ടിയെ പറ്റി അറിയില്ലല്ലോ. എയർപോർട്ടിനകത്ത് എയർപോർട്ടിനകത്ത് മാത്രമേ ഈ വണ്ടി കാണുന്നുള്ളൂ, പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ ഇത് വേൾഡ് ഓവർ ഒരു സ്റ്റാൻഡേർഡ് പോലെയാണല്ലേ ഈ വണ്ടിയാണ്? വേൾഡ് വൈഡ് സെൻഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. റോസംബോർ എന്നൊരു കമ്പനി ഇതൊരു ഭയങ്കര ലെഗസി ഉള്ള കമ്പനിയാണ്. എഞ്ചിനീയറിംഗ് ഒക്കെ സൈഡൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ആൻഡ് അവരിപ്പോ ഒരു പൈനേഴ്സ് ആണ് ഇതിന്റെ ചെയ്ത് അവരൊരു ഫ്ലോലെസ് ആണെന്ന് പറയാം. To an extreme, we are very happy. ജോബിനല്ലേ ഇതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ നോക്കുന്നത്? ഓക്കെ, ഇതെങ്ങനെയാ ടർട്ട് ഓപ്പറേറ്റ്? ഞാൻ വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇത് ഈ ബമ്പർ ടർട്ടാണ്. ഓക്കെ, ഇത് മറ്റേ റൂഫിന്റെ അല്ലേ? ഓക്കെ, രണ്ട് മേലെയുള്ള ടർട്ട്, റൂഫ് ടർട്ട്, അതില് നമുക്ക് വാട്ടർ ഉണ്ട്, ഫോം ഉണ്ട്. അതിന്റെ ഒരു ഡിസ്ചാർജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 6000 ലിറ്റർ പെർ മിനിറ്റ് കപ്പാസിറ്റി. 2 മിനിറ്റ് സ്പ്രേ ആണല്ലോ ഉള്ളൂ. പിന്നെ റെഡ്യൂസ്ഡ് ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ അതിൽ ഹാഫ് 3000 ലിറ്റർ പെർ മിനിറ്റ്. ഓക്കെ, നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് അത് വേരി ചെയ്യാം അല്ലേ? ഓക്കെ, അതിൽ ഈ ഫോം വന്നത് ഒരു പ്രൊപ്പോർഷനിങ് വാല്യൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ടാണോ അതോ നമുക്ക് അതും വേരി ചെയ്യാം? 3 മോഡ് ഉണ്ട് അതിന്. 3%, 4%, 6%. യൂഷ്വലി എത്രയൊക്കെ സെറ്റ് ചെയ്യാം? യൂഷ്വലി നമ്മൾ 3% യൂസ് ചെയ്യുന്നത്. പ്രൊപ്പോർഷനേറ്റർ ഉണ്ട്. പ്രൊപ്പോർഷനിൽ നമ്മൾ 3% ആണ് നോർമലി സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇന്റൻസിറ്റി അനുസരിച്ച് അതിന്റെ ഇവിടുത്തെ ഇൻസ്റ്റന്റ് കമാൻഡർ പറയുന്ന അനുസരിച്ച് ഇറ്റ് വിൽ ബി ഡിസൈഡഡ്. ഓക്കെ, ഡ്രൈ പൗഡർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം? ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന് പറഞ്ഞാൽ അതിൽ 250 kg നമുക്കുണ്ട്. അതിനകത്ത് നൈട്രജൻ ആണ് എക്സ്പെല്ലിംഗ് ഏജന്റ്. അപ്പോൾ അത് യൂസ് ചെയ്ത് അതിനകത്ത് നമുക്ക് ഐദർ ബമ്പർ ടെററ്റിലൂടെ അല്ലെങ്കിൽ സൈഡിലൊരു ഹോസിലുണ്ട്, രണ്ടിൽ കൂടി നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത് മേളിലെ നമ്മുടെ റൂഫ് ടെററ്റ് എടുത്തു കഴിഞ്ഞാൽ ഡ്രൈവറിന് അതിന്റെ എവിടെയാണ് അതിന്റെ പൊസിഷൻ കൃത്യമായിട്ട് ഐഡന്റിഫൈ ആയിട്ടാണ്. അതൊരു വൈപ്പറും ഉണ്ട്. കാരണം ഫോം ആണ് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഫോം വന്നത് മൊത്തം കവേർഡ് ആവും. അപ്പൊ അവന് വേണ്ടിയിട്ടൊരു അതുകൂടാണ്ട് എനിക്ക് ഫ്രണ്ടിലത്തെ ടെററ്റിന് IR സീറ്റ് ഓഫ് ദ ഫയർ ഐഡന്റിഫൈ ആയിട്ട്. നോട്ട് ബാഡ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാൻഡേർഡ്സ് റെക്കമെൻഡ് പ്രാക്ടീസ് ഒക്കെ ഐക്കാവ് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ പറയുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇൻഡസ്ട്രിയൽ പ്രാക്ടീസ് എന്താണ്, വേൾഡ് വൈഡ് ഇപ്പോഴത്തെ ഏറ്റവും അഡ്വാൻസ്മെന്റ് എന്താണെന്ന് നോക്കിയിട്ട് അതിനെ നമ്മൾ ഡിസൈൻ ചെയ്യുക, സ്പെസിഫിക്കേഷൻ നമ്മൾ ഡിസൈൻ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിന്റെ വാറന്റി സർവീസ് ഒക്കെ എങ്ങനെയാണ്? സർവീസ് ആക്ച്വലി അത് ഞങ്ങളിപ്പം ആസ് ഓഫ് നോ ഇറ്റ്സ് വെരി ഗുഡ്. റോസംബോറിന് ഇന്ത്യൻ ഒരു കൗണ്ടർ പാർട്ട് ഉണ്ട്. അപ്പോൾ അവരാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ആൻഡ് അവർ ഇപ്പം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. സ്പെയർ പാർട്സ് നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണം ഫ്രം റോസംബോർ. നമ്മൾ തന്നെ ഓർഡർ ചെയ്യും. വിത്തിൻ വെരി ഷോർട്ട് ടൈം അവർ അഡ്രസ് ചെയ്ത് സ്പെയർ പാർട്സ് വരും. ആൻഡ് സർവീസ് നമ്മൾ തന്നെ നമുക്കിപ്പോൾ ഒരു മെയിൻ്റനൻസ് ടീമൊക്കെ നമ്മളിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് സെൽഫ് കേപ്പബിൾ ആയി മാറുക. എനിക്ക് സീറ്റിന്റെ കോൺഫിഗറേഷൻ ഇഷ്ടപ്പെട്ടു. ഇവിടെ നടക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു നമുക്ക് റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 minutes ടു ബോത്ത് ഇൻ ഫ്രണ്ട് വേ. ഓക്കെ, അപ്പം വിത്തിൻ 2 minutes നമുക്ക് അവിടെ എത്തി വി ഷുഡ് ബി ഇൻ എ പൊസിഷൻ ടു douse the fire. അപ്പം അതിന് ആ സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു എല്ലാ പാരാമീറ്റേഴ്സും വരണം. വണ്ടി എത്തണം, അതിനകത്തുള്ള ആൾക്കാരും ഷുഡ് ബി റെഡി ടു റെസ്ക്യൂ ദ പേഴ്സൺസ് ഇൻസൈഡ് ദ എയർക്രാഫ്റ്റ്. അപ്പം ഇതിനകത്ത് ഒരു BA ആയിട്ട് ഒരാൾ ബ്രീത്തിങ് അപ്പാരറ്റസ് ഇട്ടിട്ട് ഒരാൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് വണ്ടി നിർത്തി അപ്പോൾ തന്നെ ഈ ലിവർ ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് പൊങ്ങുകയും അകത്തുള്ള ലോക്ക് റിലീസ് ആവും, നേരം ഇറങ്ങുകയും ചെയ്യാം. ഷോർട്ട് ടൈം അപ്പം റെഡി ആയിട്ടായിരിക്കും അവരത് ഇരിക്കുന്നത്. അതാണ് അതുപോലെ ബാക്കി ടോർച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മൈക്കും പബ്ലിക് അഡ്രസ് സിസ്റ്റം സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. PA സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഇത് എയർക്രാഫ്റ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫ്രീക്വൻസിയാണ്. ടവറിനോടും പറ്റും. ടവറിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എമർജൻസി സമയത്ത്. എനിക്ക് ഇതിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. ലൈക്ക് 0 to 80 ഒക്കെ 20 seconds എന്ന് പറഞ്ഞാൽ 39 കിലോ ഉള്ള വണ്ടിയാണ്. അത്രയും ടൺ അതൊരു. പക്ഷെ ഇന്നപ്പോ നമ്മൾ ഓടിച്ചപ്പോൾ ടോപ്പ് സ്പീഡ് എത്ര 120 അടുത്തൊക്കെ കയറുണ്ടായിരുന്നു. 135 വരെയൊക്കെ ഞങ്ങൾ നമ്മൾ ആക്സലറേഷൻ ചെക്ക് ഒക്കെ നമുക്കുണ്ട് ഒരു. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 135 ആ സ്പീഡിലൊക്കെ വണ്ടി കയറി പോകും. 750 bhp വോൾവോയുടെ D16 K750 ഒരു എഞ്ചിനാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു M5 ആണ് ഓടിച്ചിരുന്നത്. 850 bhp ഉണ്ടായിരുന്നു. നമുക്ക് അതൊരു കൂടി മേടിക്കണം പെട്ടെന്ന് നിർത്താനായിട്ട്. പറഞ്ഞ 2 മിനിറ്റ് ഒന്നും നിർത്താൻ പാടില്ല. നമ്മൾ ആദ്യം പോയി വാട്ടർ ടാങ്ക് കൂടെ ഫിറ്റ് ചെയ്ത് നിങ്ങൾ മേടിക്കാം.
അപ്പോൾ ഇത്തിരി ബിസി ഡേ ആണ് ഞങ്ങൾക്ക്. അപ്പം വി ജസ്റ്റ് ക്യാരി ഓൺ വിത്ത് ദ വെഹിക്കിൾ. നിങ്ങളൊന്ന് അവിടെ ഡ്രോപ്പ് ചെയ്യാം. പ്ലീസ് എൻജോയ് ദ വെഹിക്കിൾ. So now let's have some fun. അത്യാവശ്യം പെപ്പിയാണ് കേട്ടോ. നമുക്ക് ഫാസ്റ്റ് ആയിട്ടൊക്കെ ഓടിക്കാനൊക്കെ ഒരു രസമുണ്ട്. നമുക്ക് ഒരുവിധം നല്ലോണം കോർണർ ചെയ്യുമ്പോഴൊക്കെ ഓക്കെ. സീറ്റ്സ് ഒന്നും അത്ര വലിയ സപ്പോർട്ടൊന്നുമില്ല നമ്മൾ കാറുകളിൽ പറയണ പോലെ, പക്ഷേ ദിസ് ഈസ് ഗുഡ് ഇനഫ്. ഒരു വലിയ വെഹിക്കിളാണ് ഓടിക്കണമെന്നുള്ള പോലത്തെ ഒരു ടെൻഷനൊന്നുമില്ല. മേ ബി ഇത്രയും വലിയ ഏരിയയിൽ കിട്ടിയതുകൊണ്ടായിരിക്കും. റോഡിൽ ദിസ് മൈറ്റ് ബി എ ഡിഫറെൻറ്റ് കേസ്. കാരണം 3.3 മീറ്ററോളം ഇതിന് വിഡ്ത്ത് ഉണ്ട്. റോഡിലൊന്നും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നാനില്ല. ഇതെന്തായാലും റോഡിൽ ഓടിക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഇവർ രജിസ്റ്റർ ചെയ്യാനൊന്നും നിന്നില്ല. AC കൺട്രോളൊക്കെ ഇവിടെ ഒരു പാനലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിറർ ഹീറ്റിംഗ്, അതുപോലെ എഞ്ചിൻ ബ്രേക്കിംഗ്, അങ്ങനത്തെ കുറേ കൺട്രോൾസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ABS-ന് ഒരു ഓഫ് റോഡ് മോഡ് ഉണ്ട്. അതായത് ഓഫ് റോഡ് പോകുന്ന സമയത്ത് ABS ഓവർ സെൻസിറ്റീവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മോഡിലേക്ക് അത് മാറാം. അതിൻ്റെ ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഗിയറിലൊക്കെ ഒരുവിധം നല്ല രീതിയിലൊക്കെ പുള്ളിയുണ്ട്. ഡ്രൈവിംഗ് പൊസിഷൻ കൊള്ളാം. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് യു ക്യാൻ സീ ദിറ്റ് അറൗണ്ട് ഒരു 180 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്. ആൻഡ് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ എയർപോർട്ടൊക്കെ കണ്ട് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന കൺസ്യൂമർ ജേർണലിസത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമാണ്. ഇതിപ്പോൾ പലരുടെയും ഡ്രീമാണ് നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ഒരു ഫയർ എഞ്ചിനെ ഓടിക്കുന്നു എന്നൊക്കെ പറയും. ചെറിയ കുട്ടികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫയർ ഫൈറ്റർ ആവണം എന്നൊക്കെ പറയും. ആൻഡ് ഒരു ദിവസത്തേക്ക് ഞാൻ ഫയർ ഫൈറ്റർ ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഫൺ. നമുക്ക് അത്യാവശ്യം ഫാസ്റ്റായിട്ടൊക്കെ കോർണർ ചെയ്യാനൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഗേറ്റുകളിൽ കൂടെ കടന്നിട്ടാണ് നമ്മൾ മിക്കവാറും ചാനലിൽ കണ്ടേക്കണ പല മീഡിയ ഡ്രൈവ്സ് നടന്നേക്കണം. കാരണം ഈ സിയാലിൻ്റെ ഈ ഗേറ്റുകൾ കടന്ന് ഇവിടെ നിന്ന് ഒരു ഫ്ലൈറ്റ് പിടിച്ചിട്ടാണ് നമ്മൾ പുതിയൊരു വണ്ടിയുടെ റിവ്യൂവിനൊക്കെ പലപ്പോഴും യാത്ര പോകാറ്. ആൻഡ് ഇപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി ദർ ഇസ് എ പാന്തർ 6x6 ലുക്കിംഗ് ആഫ്റ്റർ എന്നുള്ളതൊരു വലിയൊരു അഷുറൻസ് ആണ്. ലൈക്ക് എന്തെങ്കിലും ഒരു ഇവൻച്വാലിറ്റി ഉണ്ടായാൽ ദർ ഈസ് ദിസ് ട്രക്ക് ടു ഹെൽപ്പ് യു. ഇതൊരിക്കലും ഉപയോഗം വരാണ്ടിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.